അയാൾ ക്ലാസ് മുറിയിൽ എപ്പോഴും അവശനായി കിടക്കുമായിരുന്നു. അവൻ്റെ കൂട്ടുകാർ പറഞ്ഞത് ഇതാണ്: ഇവൻ പഠിക്കാനാണോ വരുന്നത് അതോ ഉറങ്ങാനാണോ? പക്ഷെ കുറേയധികം ദിവസമായി ഇത് തന്നെ തുടർന്നു പോന്നു. അയാൾ മറുപടി പറഞ്ഞില്ല. കലങ്ങിയ കണ്ണും ക്ഷീണവും അവനെ വല്ലാതെ അലട്ടി. ഒരു ദിവസം അവൻ്റെ ടീച്ചർ ചോദിച്ചു: നിനക്കെന്താണ് സംഭവിച്ചത്? കൂടെയുള്ളവരെ നോക്കി കുറച്ചു നേരം മൗനമായി അവൻ നിന്നു. അവൻ പറഞ്ഞു: എനിക്കെൻ്റെ അമ്മയെ നഷ്ടമായി. രാത്രിയാകുമ്പോൾ ഉറക്കമില്ല. ഭക്ഷണം കഴിച്ചിട്ടും കുറച്ച് ദിവസമായി. ക്ഷീണം കാരണമാണ് ക്ലാസ്സിൽ ഉറങ്ങിപ്പോകുന്നത്. അതുവരെ ഉണ്ടായിരുന്ന പരിഹാസം മാറി ക്ലാസ് മുഴുവൻ അവനെ ആശ്വസിപ്പിച്ചു. ഒരു കൂട്ടുകാരൻ കുറച്ച് ഭക്ഷണം പങ്കിട്ടു. മറ്റൊരാൾ നല്ല വാക്കുകൾ പറഞ്ഞു. വേറൊരാൾ തൻ്റെ നോട്ട് പുസ്തകം. പിന്നീട് അയാൾ ക്ലാസ്സിൽ ഏറ്റവും മികച്ചതായി മാറി. വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയ വേദിയിൽ അയാൾ പറഞ്ഞു: എൻ്റെ ജീവിതം മാറിയത് എൻ്റെ സുഹൃത്തുക്കളുടെയും ടീച്ചറിൻ്റെയും ചെറിയ കരുണ കൊണ്ടാണ്. ഒരാൾ കാണിക്കുന്ന ചെറിയ ദയയും നല്ല വാക്കുകളും മറ്റൊരാളുടെ ജീവിതം മികച്ചതാക്കുന്നു.